റിയാലിറ്റി ഷോകളിലൂടെ ജനപ്രിയയായി മാറിയ അഭിനേത്രിയാണ് മഞ്ജു പത്രോസ്. സിനിമകളിലും സീരിയലുകളിലും നിറഞ്ഞു നിൽക്കുന്ന താരം ബിഗ് ബോസ് മലയാളത്തിന്റെയും ഭാഗമായിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നതിന് മുൻപും മഞ്ജു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ റിയാലിറ്റി ഷോയ്ക്ക് ശേഷം മഞ്ജുവിന് സിനിമയിൽ ലഭിച്ചതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായിരുന്നു. സിനിമയും സീരിയലുമെല്ലാമായി തിരക്കിലാണെങ്കിലും മകന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്താൻ മഞ്ജു ശ്രമിക്കാറുണ്ട്. അമ്മ എന്നതിനേക്കാൾ മകന്റെ സുഹൃത്തായി പെരുമാറാനാണ് മഞ്ജു ശ്രമിച്ചിട്ടുള്ളതും. ഇപ്പോഴിതാ മകൻ കൗമാരത്തിലേക്ക് കടന്ന ശേഷം തനിക്കുണ്ടായ വേവലാതികളും അതുമായി ബന്ധപ്പെട്ട് നടന്ന ചില രസകരമായ സംഭവങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു പത്രോസ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജു തുറന്ന് സംസാരിച്ചത്. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മകന് കൊടുത്തിട്ടുണ്ടെന്നും സെക്സ് എഡ്യൂക്കേഷൻ അടക്കം എല്ലാത്തിനെക്കുറിച്ചും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നു. ഒരിടയ്ക്ക് മകൻ ഗേ ആണോ എന്ന് താൻ സംശയിച്ചിരുന്നുവെന്നും മകൻ പറയുന്നു. അട്രാക്ഷൻ തോന്നുന്നതും ഫിസിക്കലി ഉള്ള മാറ്റത്തിൽ അത്ഭുതം തോന്നിയതും സ്വാഭാവികമാണെന്ന് മകന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പയും അമ്മയും എല്ലാം ഇതിലൂടെ കടന്നു വന്നവരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവൻ എന്ത് ഇഷ്ടമാണോ അതൊക്കെ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈറ്റുകളിൽ കാണുന്ന കാഴ്ചകൾ എക്സാജറേഷൻ ആണെന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എനിക്ക് ആ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം തിരിച്ചറിയുമ്പോൾ മുതൽ ഉള്ളിൽ വെന്തുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിൽ നിന്നും ഭൂരിഭാഗം പേരെയും പുറത്താക്കും. എന്ത് സംഭവിച്ചാലും പേരൻസിനല്ലാതെ മറ്റാർക്ക് മക്കളെ മനസ്സിലാക്കാൻ പറ്റും? LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഒരുപാട് പേർ പരിഹസിക്കാറുണ്ട്. അങ്ങനെ പരിഹസിക്കുന്നവർക്ക് എന്തുറപ്പാണുള്ളത് നാളെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയാവില്ലെന്നതിൽ? മോന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ എന്തു മാറ്റം വന്നാലും അമ്മ അവനെ മനസ്സിലാക്കുമെന്ന വിശ്വാസം അവന് എനിക്ക് കൊടുക്കണമായിരുന്നു. മോൻ ഫോൺ ചെയ്യുന്നത് വളരെ ശബ്ദം കുറച്ചാണ്. ചുണ്ട് പോലും അനങ്ങില്ല. ഇവൻ എന്ത് രഹസ്യമാണ് സുഹൃത്തായ ആൺകുട്ടിയോട് പറയുന്നതെന്ന സംശയമായിരുന്നു എനിക്ക്. മാത്രമല്ല എപ്പോഴും അവൻ്റെ വീട്ടിൽ ഇവൻ പോകും. അവനും മോനും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മോൻ ഗേ ആണെന്ന്. അത് ഞാൻ അവനോട് ഓപ്പണായി ചോദിക്കുകയും ചെയ്തു. അവൻ നിന്റെ ഫ്രണ്ട് തന്നെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യമൊന്നും അവൻ പറയുന്നതേയില്ല, ലൈനും അടിക്കുന്നില്ല. ഞാനിത് ചോദിച്ച വിവരം മോൻ അവന്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു എന്നുമാണ് രസകരമായ സംഭവം വെളിപ്പെടുത്തി മഞ്ജു പത്രോസ് പറഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് മഞ്ജു. വിവാഹശേഷം ഏറെക്കാലം മഞ്ജു വാടക വീട്ടിൽ തന്നെയായിരുന്നു താമസം. അടുത്തിടെയാണ് സ്വന്തമായി ഒരു വീട് വെച്ചത്.